എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആനറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 50-55 കിലോമീറ്റർ മാറി ഉളിക്കലെത്തിയിട്ട് അവിടുന്ന് ഒരു 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, അതായത് വായത്തൂർ മണിപ്പാറയിൽ നിന്ന് ആനറ, അങ്ങനെ സഞ്ചരിച്ചാൽ ഇവിടെ എത്തും. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന ആനറയാണ്. ആ കാണുന്ന പള്ളി ആനറപ്പള്ളിയാണ്. ഇത് അതിൻ്റെ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെയാണ്. വ്യൂ ഉണ്ടോ നിങ്ങൾ? അപ്പോൾ ഞാനിവിടെ എത്തിപ്പെടാൻ കാരണം ഇവിടെ അടുത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ കേട്ടു. അപ്പം മഴയൊന്നുമില്ല, വെള്ളമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അത് സ്ഥലം അറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് പോയി കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഞാൻ. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ടൗണായിട്ടൊന്നും ഇല്ല ആനറ എന്ന് പറയുന്നത്. ഈ മുകളിലോട്ടുണ്ടോ എന്ന് നടത്തില്ല. ഇതൊരു ഏകദേശം ഒരു ഹൈ റേഞ്ച് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ കുറച്ചൊരു ആൾട്ടിറ്റ്യൂഡ് ഉണ്ട് ഇതിന്. എന്തായാലും ഇങ്ങോട്ടൊക്കെ കയറി വന്നപ്പോഴേക്കും ചെവിയെല്ലാം അടഞ്ഞു. അങ്ങനെ ഒരു സ്റ്റേഷൻ പോലത്തെ ഒരു പ്രദേശമാണ് ആനറ. ശരിക്കും പറഞ്ഞാൽ മണിപ്പാറയിൽ നിന്ന് കയറി ഒരുവിധം ചെറിയ കയറ്റമൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടുന്ന് ആനറ പള്ളിയിൽ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉള്ളതെന്നാണ് പറഞ്ഞത്. വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ഒരു നോർമൽ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് സ്ഥലം. പക്ഷെ നല്ലൊരു രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. കണ്ടുപിടിക്കാൻ പറ്റുമോ, അവിടെ ആൾത്താമസം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. പോയി നോക്കാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. കുറച്ച് പേര് 2 പേരോട് ഞാൻ വഴി ഇരിക്കേണ്ടി വന്നു. തെറ്റിപ്പോയിടുന്നില്ല, വഴി കറക്റ്റാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എത്തി. സ്ഥലം ആനറയാണ്. ആനറ വാട്ടർഫാൾസ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ അങ്ങനെ പുറത്തോട്ടൊന്നും അധികം കേട്ടിട്ടില്ല. ഈ നാട്ടിലുള്ളവർ കുറച്ച് പേർക്ക് അങ്ങനെ അറിയാമെന്നേ ഉള്ളൂ. വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ചെറിയൊരു സ്ഥലമാണ്. അതിന് മുമ്പിലൊരു കാഴ്ചയുമാണ് ഇവിടെ. ഒരു മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇതിനെ ടോപ്പിൽ കയറിയേ കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഒരു ഇതാണ്. അതായത് നിങ്ങൾ അവിടുന്ന് വരുന്ന ആനറ ടൗണിൽ നിന്ന് വരുന്നതാണ്. ആനറ ടൗണിൽ നിന്ന് വന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതാണ് ഈ ഒരു പാലമാണ് സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഇവിടുന്ന് വെള്ളം ഇപ്പോൾ ശരിക്കും കുറഞ്ഞു. ഇതാണ് ഇവരൊരു ചെക്ക് ഡാം പോലെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, ഒഴുക്കുണ്ട്. പക്ഷേ വെള്ളം കുറഞ്ഞു അവിടുന്ന്. ഈ കാണുന്ന നല്ല ശരിക്കും പറഞ്ഞാൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. നല്ല വെള്ളം ഉണ്ടെങ്കിൽ നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ നല്ല സ്ഥലമുണ്ട്. അതെന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം, സൈഡിൽ കൂടെ പോകാൻ പറ്റും. ഇവിടെയാണ് അപ്പം കുളിക്കുന്ന ഒരു സ്ഥലം. ഏകദേശം നമ്മുടെ ഒരു 1/2 പൊക്കം അത്രേ ഉള്ളൂ. നമുക്ക് താഴെയെല്ലാം നിലമൊക്കെ ശരിക്കും കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ വെള്ളം ഒഴുക്കുണ്ട്. പക്ഷേ വെള്ളം തീരെ കുറഞ്ഞു പോയി കംപ്ലീറ്റ്ലി. നമുക്ക് എന്തായാലും മുകളിലോട്ടൊന്ന് കയറി നോക്കാം. ഇതിൽ തൊട്ട് സൈഡിൽ കൂടെ തന്നെ വഴിയുണ്ട് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഒരു ചെറിയൊരു കുന്നാണ്. തൊട്ട് സൈഡിൽ കൂടെ തന്നെയാണ് വഴിയുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ കയറിയാൽ മുകളിലാണ് അതായത് വെള്ളം ഉണ്ടെങ്കിൽ നല്ലൊരു ഫോഴ്സുള്ള വെള്ളച്ചാട്ടം തന്നെയാണ്. വെള്ളം കുറഞ്ഞത് കൊണ്ടൊന്നുമില്ല. അപ്പം 2-3 പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെ കൂടെ തന്നെ വേണം കയറി പോകാൻ. വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉഷാറായാണ്. ഇപ്പം വെള്ളം കുറഞ്ഞിപ്പം പോലും ഇത്രയും നല്ലൊരു ഞാൻ കാണിച്ചത്. ഇതുണ്ടോ, ഈ ഒരു വെള്ളം കുറഞ്ഞിരിക്കുകയാണ് നിലവിൽ. എന്നിട്ട് പോലും ഒരു രസമുണ്ട്. അപ്പം ഫുള്ള് വെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു ഫുൾ പാറയിലെല്ലാം തട്ടി വന്നേ. താഴെയാണ് നമ്മൾ ആദ്യം കണ്ട ചെക്ക് ഡാം. അതിൻ്റെ സൈഡിൽ കൂടെ ഇത്രയും ദൂരമേ ഉള്ളൂ. അതാണ് ആ പാലം. പാലത്തിൻ്റെ സൈഡിൽ കൂടെ വന്നാൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. എൻ്റെ എന്തായാലും ഇതിലേ നമുക്ക് കയറാൻ പറ്റുന്നതാണ്. വെള്ളം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യും. പക്ഷേ ഇതിപ്പം കുറച്ച് വെള്ളം കുറഞ്ഞു. മഴ ഇപ്പം നിന്നിട്ട് കുറച്ച് ദിവസമായി. എന്നിട്ട് പോലും ഇത്രയും വെള്ളമുണ്ട്. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. പാറ പൊട്ടിയിട്ട് അതിൻ്റെ അവിടെ മുകളിൽ നിന്ന് അകത്തോടെ വെള്ളം ഇറങ്ങിയിട്ട് വരുന്ന വെള്ളമാണ് ഇതൊക്കെ. സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമാണ്. അതേപോലെ ഇവിടെ കുളിക്കാൻ വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം താഴെ കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ഡേഞ്ചർ എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു ഡേഞ്ചർ ഉണ്ട്. കല്ലെല്ലാം നല്ല വഴുക്കലാണ്. അപ്പോൾ അത് നോക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം വരുന്നവർ. അതേപോലെ നിങ്ങൾക്ക് നിന്ന് കുളിക്കാനാണെങ്കിൽ ഇവിടെ സ്ഥലമുണ്ട്. ഇത്ര ഒരു ഏരിയ, ഈ കാണുന്ന ഒരു ഏരിയ മാത്രമേ ഉള്ളൂ.
ഇതിന് തൊട്ട് താഴോട്ട് പോകുന്നതാണ്, കല്ല് പോകുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഇന്ന് കുളിക്കാം, ഒരു കുഴപ്പമില്ല. ആ അങ്ങേയറ്റത്തെ വെള്ളച്ചാട്ടത്തിലോട്ട് എന്നിട്ട് ആ ഒരു ഫ്ലോയിലോട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് 5 കഷ്ണമായിരിക്കും കല്ല് കുത്തനെ. പക്ഷേ ഇവിടെ ഈ 2 കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല ഒരു ഇതാണ്. ഇവിടെ വന്നിട്ടൊന്ന് സ്ഥലം നനക്കാണ്ട് പോകണോ? എത്ര നല്ല സ്ഥലം ആലോചിക്കട്ടെ. അപ്പം കുളി കഴിഞ്ഞു. ഞാൻ കുളിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ ഒന്ന് പിന്നെ നോക്കിയപ്പം അത്ര വലിയ ഡേഞ്ചറൊന്നുമില്ല. പക്ഷേ കുറച്ച് വഴുക്കലുണ്ട്, അത് നോക്കി കണ്ട് നിന്നാൽ മതി. അങ്ങനെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇവിടെ താഴ്ചയുടെ അല്ല, കല്ല് തന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിന്നത്. ജസ്റ്റ് ഒന്ന് കുളിച്ചു, ഒരു 5 മിനിറ്റ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചു പോവാം. നല്ല വെയിൽ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തോർത്തിയിട്ട് ഒരു 2 സെക്കൻഡ് അതിന് ഫുള്ള് ഉണങ്ങുവാണ്. തോർത്തടക്കം ഡ്രസ്സടക്കം പക്കായിട്ട് ഉണങ്ങി. ഇവിടെ ഇപ്പം ആൾ കുറച്ച് കുറവാണ്. കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല പിള്ളേരെല്ലാം വരുന്ന സമയം ആവുന്നേ ഉള്ളൂ. ഇവിടെ എന്തായാലും കുളിക്കണം വിചാരിച്ച് വന്നൊന്നുമല്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ കുളിച്ച് പോയി. എന്തായാലും ഇനിയിപ്പോൾ ഫ്രണ്ട്സിനെ കൊണ്ട് എന്തായാലും ഇവിടെ വരണം. കാരണം ഇതും കൂടെ വെള്ളം ഉണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല രസമായിരിക്കും. ഇവിടെ ഈ ഒരു ഏരിയ ഫുള്ള് വെള്ളമായിരിക്കും, അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. താഴെയാണ് ചെക്ക് ഡാം. എന്തായാലും ചെക്ക് ഡാമിൽ അത് കണ്ടപ്പോൾ ചെക്ക് ഡാമിൽ കുളിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഒരു ഇത്രയും പോലും വെള്ളമില്ല, പക്ഷെ നമുക്ക് നല്ലൊരു സ്ഥലമായിരുന്നു, ഒഴുക്കുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അപ്പം വെള്ളച്ചാട്ടം കാണാമെന്ന് വിചാരിച്ച് സൈഡിൽ കൂടെ മുകളിലോട്ട് വന്നപ്പോഴാണ് ഇത് കണ്ടത്. പിന്നെ ഇവിടെ തന്നെ ജസ്റ്റ് തല നനച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും ഇനി താഴെ ഇറങ്ങുന്നില്ല, നേരെ വിട്ടേക്കുവാണ്. താഴോട്ട് ഇറങ്ങുമ്പം നോക്കണം എന്തായാലും. ഇവിടെ കല്ലൊക്കെ ഉണ്ട്, കല്ലൊക്കെ തെന്നി കിടക്കുകയാണ്. ഇങ്ങോട്ട് തന്നെ ഇല്ലെങ്കിലും ചില സൈഡ് തന്നലുണ്ട്. അപ്പോൾ അത് നോക്കി കണ്ട് ഇറങ്ങുക എല്ലാവരും വരുന്നവർ. അങ്ങനെ മറ്റൊരു സന്തോഷം. കഴിഞ്ഞ തവണ പോയത് കണ്ടുപിടിച്ച സ്ഥലം, അത് വേറൊരു സന്തോഷം, ഇത് വേറൊരു സന്തോഷം. അങ്ങനെ മൊത്തം സന്തോഷത്തിൻ്റെ സമയമാണ്. അപ്പം എന്നായിരുന്നു ആനറ വാട്ടർഫാൾസ് എന്ന് പറയപ്പെടും. അങ്ങനെ തന്നെ പറയട്ടെ, അല്ലാണ്ട് ഇപ്പോൾ എന്താ നല്ലൊരു ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് ചെക്ക് ഡാമുണ്ട്. ഇവിടെ കുളിക്കാം. കുറച്ചും കൂടെ നല്ലതാണെങ്കിൽ നേരെ ഈ വഴി നേരെ മുകളിലോട്ട് കയറിയാൽ നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിന് അവിടെ എത്താം. അവിടെ എത്തി അവിടെ നിന്ന് കുളിക്കാം. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞു. അപ്പം കുറച്ച് പേര് എന്നോട് വഴിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു, കാണിച്ചുകൂടെയെന്ന്. സംഭവം അങ്ങനെ മൗണ്ട് ചെയ്യുന്നില്ല, ഫോണിലാണ് ഷൂട്ട് ചെയ്യുക. അപ്പം ആ ഒരു രീതിയിൽ മൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൈ കൊണ്ട് വണ്ടി ഓടിച്ച് ഒരു കൈ കൊണ്ട് ഷൂട്ട് ചെയ്ത് അത്രയ്ക്ക് ഒരു ഇതില്ല എനിക്ക്. നമ്മൾ ഒന്നാമത് കഷ്ടപ്പെട്ടൊക്കെ ആകുമ്പോൾ ഫോണാകുമ്പോൾ കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. വഴി പറഞ്ഞ പോലെ വണ്ടിയിൽ നിന്നുള്ള ഒരു ഇതുണ്ടാവില്ല. ലൊക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഏകദേശം കണ്ണൂരിൽ നിന്നൊരു 50-55 കിലോമീറ്റർ മാറി ഉളിക്കലിൽ നിന്ന് ഒരു 8 കിലോമീറ്ററോളമാണ് ആനറയിലോട്ടുള്ളത്. ആനറ വാട്ടർഫാൾസിലോട്ട് വലിയ മണിപ്പാറ വരെ കുഴപ്പമില്ല, നേരെ ലെവൽ റോഡാണ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഏകദേശം അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കയറ്റമാണ്. നല്ലൊരു കയറ്റം തന്നെയുണ്ട്. ഇത്തിരി ഹൈ റേഞ്ചിലോട്ടെന്ന് പറയുന്ന പോലെ തന്നെ നല്ലൊരു കയറ്റമുണ്ട്. നിങ്ങൾക്ക് വരുന്ന വഴിക്ക് ആനറ പള്ളി കാണാം, ഓഡിറ്റോറിയം കാണാം, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കയറി വരുമ്പോഴാണ് ആനറ ടൗൺ വരിക. ടൗണിൻ്റെ അവിടെ നിന്ന് നേരെ 1 കിലോമീറ്റർ, കഷ്ടി 1 കിലോമീറ്റർ അല്ല, 1/2 കിലോമീറ്റർ ഉള്ളൂ ടൗണിൻ്റെ അവിടെ നിന്ന്. അപ്പം അത്രേ ഉള്ളൂ സ്ഥലങ്ങൾ. എന്തായാലും ഉഷാർ സ്ഥലം തന്നെ. അപ്പോൾ ഇതൊക്കെ ഇനി പുറത്തോട്ട് അറിയപ്പെടുന്നത് ആനറ വാട്ടർഫാൾസ്. കുറച്ച് പേര് ഉളിക്കൽ വാട്ടർഫാൾസ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തായാലും മറ്റൊരു കാഴ്ചയായിട്ട് എന്നെ കണ്ണിൽ പെട്ടാൽ അതുവഴി അടുത്ത വീഡിയോ വരും. അപ്പോൾ എല്ലാം പറഞ്ഞു. ബൈ.